നമസ്കാരം. കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സിനിമാ കഥകളെ വെല്ലുന്ന സംഭവമാണ് തെളിയുന്നത്. ഭൂമിക്കടിയിൽ മൃതദേഹം കുഴിച്ചിരുന്ന ഏത് കുറ്റകൃത്യം നടക്കുമ്പോഴും ചർച്ചയാകുന്നത് മലയാളത്തിൽ പുറത്തിറങ്ങിയ ചിത്രം ദൃശ്യത്തെക്കുറിച്ചാണ്. ഇവിടെയും ആ പതിവ് തെറ്റുന്നില്ല. ദൃശ്യം സിനിമയ്ക്ക് സമാനമായാണ് കൊല്ലപ്പെട്ട വിജയന്റെ മൃതദേഹവും കുഴിച്ചിട്ടത്. വീടിനെക്കുറിച്ചും വീട്ടിലുള്ളവരെക്കുറിച്ചും അയൽക്കാർ നൽകുന്ന വിശദീകരണങ്ങളും സംശയങ്ങൾ നൽകുന്നതാണ്. പകൽ ഈ വീട്ടിൽ ആളുണ്ടാവാറില്ല, മറിച്ച് രാത്രിയിലാണ് വീട്ടിൽ ആളെത്തുക. കൂടുതൽ സമയവും വാതിൽ അടഞ്ഞു കിടക്കുകയാണ് പതിവെന്നും അയൽക്കാർ പറയുന്നു. 7 മാസത്തോളമായി വിഷ്ണുവും നിതീഷും ഉൾപ്പെടെ ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിലും മറ്റാളുകളുമായി യാതൊരുവിധ ബന്ധങ്ങളും ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ലെന്നും അയൽവാസികൾ പറയുന്നു. ഇവരുമായി പരിചയപ്പെടാൻ ശ്രമിച്ചാൽ തന്നെ ഇവർ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നില്ല. ഇതിനെല്ലാം പുറമെ ഈ വീട്ടിൽ 2 സ്ത്രീകളുണ്ടെന്നുള്ള കാര്യം പോലും അയൽക്കാർക്ക് അറിയില്ലായിരുന്നു. പോലീസ് എത്തുമ്പോഴാണ് അവർ ഇക്കാര്യം തിരിച്ചറിഞ്ഞത്. റോഡിൽ നിന്ന് നോക്കിയാൽ കാണാത്ത വിധം ഉയരത്തിലുള്ള കൽക്കെട്ടിന് പിന്നിലായിട്ടാണ് വീട്. വീട്ടിലേക്ക് ശ്രദ്ധ കിട്ടാതിരിക്കാൻ ആക്രി സാധനങ്ങളെല്ലാം ചാക്കിൽ കെട്ടി വീടിന്റെ പല സ്ഥലത്തായി വെച്ചിട്ടുണ്ട്. അടുത്തുള്ള വീട്ടിൽ നിന്ന് നോക്കിയാൽ പോലും മുൻഭാഗം കാണാനാവാത്ത രീതിയിലാണ്. വെറും ഒരു മോഷണ കേസായി മാത്രം ഒതുങ്ങാമായിരുന്ന കേസാണ് ഇപ്പോൾ ഇരട്ട കൊലപാതകത്തിൽ ചെന്ന് അവസാനിച്ചത്. മാർച്ച് 2 പുലർച്ചെ 4:30 കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ മോഷണ ശ്രമത്തിനിടെ നിതീഷും വിഷ്ണുവും പിടിയിലായത്. കക്കാട്ടുകടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഇവർ ഏത് നാട്ടുകാരാണെന്ന് കൃത്യമായ നിശ്ചയം ഉണ്ടായിരുന്നില്ല. മോഷണ കേസിൽ പിടിയിലായവരുടെ ചിത്രവും മറ്റും വാർത്തയായതോടെയാണ് ഇവരുടെ ബന്ധുക്കളിൽ ചിലർ വിവരം അന്വേഷിച്ചെത്തിയത്. കട്ടപ്പന CI N സുരേഷ് കുമാറിന്റെ അന്വേഷണ മികവുകൂടിയാണ് കേസ് തെളിയാൻ കാരണമായത്. അന്വേഷണ സംഘത്തിലെ മറ്റുള്ളവർക്കും അഭിമാനിക്കാം. ഏറെ നാൾ മുമ്പ് നടന്ന കുറ്റകൃത്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മോഷണ കേസിൽ പിടിയിലായ കക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണു വിജയൻ, സുഹൃത്തും ദുർമന്ത്രവാദിയുമായ കട്ടപ്പന പുത്തൻപുരക്കിൽ നിതീഷ് എന്നിവരുടെ വെളിപ്പെടുത്തലുകളും തുടർന്ന് നടത്തിയ അന്വേഷണവുമാണ് നിർണായകമായത്. അറസ്റ്റിലായ വിഷ്ണുവിന്റെ പിതാവാണ് കൊല്ലപ്പെട്ട വിജയൻ. കാഞ്ചാർ കക്കാട്ടുകടയിൽ പ്രതികൾ താമസിക്കുന്ന വീടിന്റെ അടിത്തറ പൊളിച്ചാണ് കട്ടപ്പന പോലീസും ഫോറൻസിക് വിഭാഗവും ചേർന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്തത്. കുത്തിയിരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ഇതാണ് കൊലയ്ക്ക് പിന്നിൽ ആഭിചാരമോ മന്ത്രവാദമോ ഉണ്ടോ എന്ന സംശയം ശക്തമാക്കുന്നത്. 2016 കട്ടപ്പന സാഗര ജംഗ്ഷനിൽ വിഷ്ണുവിന്റെ പിതാവ് വിജയന്റെ പേരിലുണ്ടായിരുന്ന വീടും സ്ഥലവും 90 ലക്ഷം രൂപയ്ക്ക് വിറ്റ ശേഷം നാട്ടിൽ നിന്ന് പോയ ഈ കുടുംബം എവിടെയാണെന്ന് ബന്ധുക്കൾക്ക് പോലും ധാരണയുണ്ടായിരുന്നില്ല. മോഷണ കേസിലെ പ്രതികളായ ഇരുവരെയും കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണത്തിനെത്തിയ പോലീസ് സംഘം കക്കാട്ടുകടയിലെ വീട്ടിൽ വിജയന്റെ ഭാര്യ സുമയും മകളെയും കണ്ടെത്തി. ഈ വീട്ടിലെത്തിയപ്പോൾ സുമയും മകളെയും പൂട്ടിയിട്ടതും കണ്ടു. ഇതോടെ ഇവരെ പോലീസ് ചോദ്യം ചെയ്തു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാം അവർ പോലീസിനോട് തുറന്നു പറഞ്ഞു. ഇതോടെയാണ് ഇരട്ടക്കൊല തെളിഞ്ഞത്. വിജയന്റെ ഭാര്യയും മകളെയും ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകം ഉറപ്പിച്ച പോലീസ് ശനിയാഴ്ച പ്രതി നിതീഷിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. ഇന്നലെ 1:30 വരെ കോടതി കസ്റ്റഡി അനുവദിച്ചു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ നിതീഷ് ഇരട്ട കൊലപാതകം സമ്മതിക്കുകയായിരുന്നു. കക്കാട്ടുകടയിലെ വീട്ടിലെത്തിയ പോലീസ് ആദ്യം വിജയനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക കണ്ടെടുത്തു. തുടർന്ന് വിജയനെ കുഴിച്ചിട്ട ഭാഗത്ത് സമാന്തരമായി കുഴിയെടുത്തു. 6 അടി താഴ്ത്തിയപ്പോൾ പാൻസും ഷർട്ടും ധരിച്ച് 3 മടങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. ഡോക്ടറുടെ സഹായത്തോടെ മൃതദേഹം പുറത്തെടുത്തു. പരിശോധനയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. വിജയനും മകനും തമ്മിൽ ജോലിയുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് വിജയന്റെ കോളറിൽ പിടിച്ച് താഴെ വീഴ്ത്തി ചുറ്റികയ്ക്ക് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹം കാർഡ്ബോർഡ് പെട്ടിയിലാക്കി. തുടർന്ന് നിതീഷും വിഷ്ണുവും ചേർന്ന് 1.5 ദിവസം കൊണ്ട് കുഴിയെടുത്ത് മൃതദേഹം പെട്ടിയോടെ കുഴിയിൽ വെച്ച് മൂടുകയായിരുന്നു. വിജയന്റെ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. 2015 മുതൽ നിതീഷ് വിജയന്റെ വീട്ടിലായിരുന്നു താമസം. പൂജാരിയാണെന്നാണ് പറഞ്ഞിരുന്നത്. ആഭിചാരം വശമുണ്ടെന്നും പറഞ്ഞിരുന്നു. വിജയനും കുടുംബവും കട്ടപ്പന സാഗര ജംഗ്ഷന് സമീപം താമസിച്ചിരുന്നപ്പോഴാണ് നിതീഷ് ഇവരോടൊപ്പം കൂടിയത്. 2016 നിതീഷുമായുള്ള അവിഹിത ബന്ധത്തിൽ വിജയന്റെ മകൾ പ്രസവിച്ച കുഞ്ഞിനെയും വിജയനും നിതീഷും ചേർന്ന് കൊലപ്പെടുത്തി വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ മറവ് ചെയ്തിരുന്നു. 2 കേസുകളിലും വിജയന്റെ ഭാര്യ സുമയും മകൻ വിഷ്ണുവും പ്രതികളാണ്. വിജയന്റെ മൃതദേഹം കണ്ടെത്തിയെങ്കിലും കുഞ്ഞിന്റെ മൃതദേഹം ഇനിയും കണ്ടെത്തിയിട്ടില്ല. കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്നതിനായി വിജയനും കുടുംബവും മുമ്പ് താമസിച്ചിരുന്ന സാഗര ജംഗ്ഷന് സമീപമുള്ള വീട്ടിലെ തൊഴുത്ത് കുഴിച്ച് രാത്രി വൈകിയും തിരച്ചിൽ തുടർന്നിരുന്നു.